യൂട്യൂബിലൊക്കെ വളരെ അത്യാവശ്യം നല്ല വൈറലായ ഒരു ബെഡ്ഷീറ്റ് സെറ്റായിരുന്നു ഇത്. 2 പില്ലോസും 2 കുഞ്ഞു പില്ലോസും 2 പില്ലോ കവറും പിന്നെ ഒരു ബെഡ്ഷീറ്റും. ഇതാണ് ഈ 5 സെറ്റിൽ വരുന്നത്. ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പല റേറ്റ്സിനാണ് ഞാൻ പലരുടെയും വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽസിലും വ്യത്യാസമുണ്ട്. ചിലർക്ക് ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് ആയിട്ടാണ് കിട്ടിയത്, ചിലർക്ക് അല്ലാതെ നോർമൽ ഷീറ്റ്സ് ആയിട്ടാണ് വന്നത്. അപ്പം ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫിറ്റഡ് അല്ല, നോർമൽ ബെഡ്ഷീറ്റ്സ് ആണ്. ഞാൻ നോർമൽ നമ്മൾ സാധാരണ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കുഞ്ഞു പില്ലോസാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ കരുതിയത് ഇത് നമുക്ക് ഇതിൻ്റെ പില്ലോ കവർ നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഒരു പഞ്ഞി നിറച്ചേക്കുമായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിനുള്ളിലും ഒരു കവറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കവറും ഊരി നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. ഇതിനകത്ത് ഒരു ആ ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു വർക്ക് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. തയ്ച്ചിട്ട് ഒരു ചെറിയൊരു കുഷൻ ടൈപ്പ് പോലുള്ള ഒരു വർക്കാണ് അതിൻ്റെ ആ മുകളിലത്തെ ഇതിൽ വരുന്നത്. ഇതേ സെയിം പാറ്റേൺ തന്നെ ഇതിൻ്റെ ആ പില്ലോ കവറിലും ആ മുകളിലത്തെ ഭാഗത്ത് അങ്ങനെ തന്നെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. പിന്നെ ഞാൻ ഓർഡർ ആക്കിയത് ഇത് കിങ് സൈസിലുള്ള ബെഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ആക്കിയിരിക്കുന്നത്. നമ്മുടെ കിങ് സൈസ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ്, നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള ബെഡ്ഷീറ്റാണ്. പക്ഷേ ഏതൊക്കെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചാലും എൻ്റെ ബെഡിനത് കറക്റ്റായിട്ട് വരാറില്ല. കിങ് സൈസാണ് ഞാൻ ഓർഡർ ചെയ്യുന്നെങ്കിൽ പോലും എനിക്കിത് ഇങ്ങനെ ഉള്ളിലേക്കാക്കി വെച്ചാലേ നമുക്കത് പുറത്തോട്ട് ചാടി പോകാതിരിക്കത്തുള്ളല്ലോ. അപ്പോൾ ആ ഒരു സൈസിൽ എനിക്ക് ഇതുവരെയായിട്ടും ബെഡ്ഷീറ്റ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ബെഡ്ഷീറ്റും ഞാനിത് വിരിച്ച് നോക്കിയപ്പോഴും ഇത് ഇങ്ങനെ നമുക്ക് അടിയിലോട്ട് കൂടുതലാക്കി വെക്കാൻ പറ്റത്തില്ല. ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ അടിയിലോട്ട് കയറ്റി വെക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി സൈഡ് ഇതിങ്ങനെ എപ്പോഴും അതുകൊണ്ട് ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ബെഡ്ഷീറ്റ്സ് കിട്ടാത്തതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ മുറിച്ച് വാങ്ങിക്കുന്ന ബെഡ്ഷീറ്റ്സ് മാത്രമേ ചിലപ്പോൾ ഇതിന് അളവാകത്തുള്ളൂ. അങ്ങനെ ഏതെങ്കിലും സൈസ് നിങ്ങൾക്ക് വേറെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, അതിന് എത്രയൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് അകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇത് നല്ല ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് പറയണം കേട്ടോ. നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണോ കൊള്ളാത്തതാണോ കിട്ടിയത്, വർത്തായോ എന്നുള്ളത് പറയണേ. അപ്പോൾ ശരി, ബൈ.